തിരുവോണം ആരാധനാ ദിവസമായ ഇന്നലെ കൊട്ടിയൂരിൽ ജനസാഗരമെത്തിയതോടെ മലയോര മേഖല ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി. രാത്രിയായിട്ടും ഗതാഗതക്കുരുക്കിന് ശമനമുണ്ടായില്ല. കനത്ത മഴയിലും നിരവധി ഭക്തജനങ്ങളാണ് വഴിയിൽ കുടുങ്ങിക്കിടന്നത്. തിരുവോണം ആരാധനാ ദിനത്തിൽ കൊട്ടിയൂരിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്നുമായി ഭക്തജന സാഗരമെത്തിയതോടെ മലയോര മേഖല ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി. ഞായറാഴ്ച കൂടി ആയതോടെ വൻ തിരക്കാണ് കൊട്ടിയൂരിലേക്കുള്ള റോഡുകളിലുണ്ടായത്. അമ്പായത്തോട് മുതൽ കേളകം വരെയുള്ള ഭാഗത്ത് പുലർച്ചെ മുതൽ രാത്രി വരെ വൻ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. രാത്രി 10 മണിയോടെയാണ് തിരക്കിന് ശമനമുണ്ടായത്. കൊട്ടിയൂർ സമാന്തര റോഡിലും ഗതാഗതക്കുരുക്ക് ഉണ്ടായി. ശനിയാഴ്ചയുണ്ടായ ഗതാഗതക്കുരുക്കിന് സമാനമായ രീതിയിൽ മണിക്കൂറുകളാണ് വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങിയത്. അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ വലഞ്ഞു. കനത്ത മഴ കൂടി പെയ്തതോടെ ഭക്തരുടെ ദുരിതം ഇരട്ടിയായി. ശക്തമായ മഴയുണ്ടായിട്ടും മറ്റ് മാർഗങ്ങളില്ലാതെ ഭക്തർ വാഹനങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് കിലോമീറ്ററുകൾ നടക്കേണ്ടി വന്നു. മലയോര ഹൈവേയിൽ രാത്രിയിലും ചുങ്കക്കുന്ന് മുതൽ കൊട്ടിയൂർ ഭാഗത്തേക്ക് വലിയ ഗതാഗതക്കുരുക്കായിരുന്നു. ഇരുചക്ര വാഹന യാത്രക്കാർക്ക് പോലും കൊട്ടിയൂരിലേക്ക് എത്താൻ സാധിച്ചില്ല. റോഡുകളുടെ വീതിക്കുറവും പാർക്കിംഗ് സൗകര്യക്കുറവും തന്നെയാണ് ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാകാൻ കാരണം. ഉൾക്കൊള്ളാവുന്നതിലും അധികം വാഹനങ്ങളാണ് കൊട്ടിയൂരിലേക്ക് വരുന്നതും ഇതും ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാക്കുകയാണ്. ടൂറിസ്റ്റ് ബസ്സുകളിലും ട്രാവലറുകളിലും കാറുകളിലും മറ്റുമായി തെക്കൻ ജില്ലകളിൽ നിന്ന് അടക്കമുള്ള ഭക്തർ അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തുന്നുണ്ട്. ജലജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പുകളിടാൻ കുഴിച്ച റോഡരിക് ശാസ്ത്രീയമായി മൂടാത്തതുമൂലം വാഹനങ്ങൾ റോഡിൽ നിന്ന് സൈഡ് കൊടുക്കാൻ പോലും ഇറക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ആവശ്യത്തിന് നടപ്പാതകളില്ലാത്തതിനാൽ ഭക്തർ റോഡിൽ കൂടി നടക്കുന്നതും ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.